എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കയുടെ കൂടെയും കപ്പയുടെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ കേര ഫിഷാണ് എടുത്തിരിക്കുന്നത്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം വെളിച്ചെണ്ണയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 10 മിനിറ്റ് എങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫിഷിനെ ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് ചെറുതായി മുരിച്ചെടുക്കാം. ഇപ്പോൾ ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. മീൻ വറുത്ത എണ്ണയിലേക്ക് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സബോള എന്നിവയെല്ലാം വഴറ്റിയെടുക്കാം. ഇപ്പൊ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവയെല്ലാം ചേർത്ത് നന്നായി വഴറ്റണം. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ അരിഞ്ഞ് 3 തക്കാളി ചേർക്കാം. ഇത് നന്നായി വഴറ്റിയെടുക്കണം. വഴറ്റിയ ശേഷം തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അരപ്പ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി മീൻചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഉലുവയും പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി ചേർത്ത് വഴറ്റിയെടുക്കാം. അല്പം കറിവേപ്പില ഇടാം. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അരപ്പ് മൂത്ത് വരുമ്പോൾ 3-4 ചുള കൊടംപുളിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി പാകത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കണം. നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർക്കാം. മൂടി വെച്ച് വേവിക്കാം. ഇപ്പൊ മീനെല്ലാം വെന്ത് ചാറ് കുറുകി എണ്ണ തെളിയുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഞാനിവിടെ ചക്ക ഉലർത്തിയതിന്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.